ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ടവരെ. പ്രകൃതിയുടെ പച്ചപ്പിലേക്കും വന്യതയിലേക്കും ഇറങ്ങിച്ചെല്ലാൻ, അതിൻ്റെ ആത്മാവ് തൊട്ടറിയാൻ ആഗ്രഹിക്കാത്തവരായി നമ്മളിൽ ആരുണ്ടാവും? സ്റ്റെപ്പ് ഇൻ ടു ദി വൈൽഡ്, ഫീൽ ഇറ്റ് സ്പിരിറ്റ് എന്ന മനോഹരമായ ആപ്തവാക്യവുമായി കേരളത്തിലെ വനത്തെയും പ്രകൃതിയെയും അടുത്തറിയാൻ നേച്ചർ ക്യാമ്പ് പോലെയുള്ള വേറിട്ട കൂട്ടായ്മകൾക്ക് നേതൃത്വം നൽകുന്ന ഒരു വ്യക്തിത്വമാണ് ഇന്ന് നമുക്കൊപ്പമുള്ളത്. അതെ, ട്രെക്കിങ്ങും പുഴയൊഴുക്കുകളെ പിന്തുടർന്നുള്ള യാത്രകളും അനുഭവങ്ങൾ പങ്കുവെക്കുന്ന സ്ലൈഡ് ഷോകളും ഒക്കെയായി പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ നമ്മെ പഠിപ്പിക്കുന്ന റാഫ്നിറ്റി എന്ന കൂട്ടായ്മയുടെ സ്ഥാപകൻ, ശാരീരികക്ഷമതയുടെ കരുത്തുറ്റ പാഠങ്ങൾ പകരുന്ന കരാട്ടെ ഇൻസ്ട്രക്ടർ കൂടിയായ അദ്ദേഹം, അതിലുപരി നമ്മുടെ മനസ്സിന്റെ ചലനങ്ങളെ നിയന്ത്രിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന അമേരിക്കൻ NLP സർട്ടിഫൈഡ് ആയ ഒരു മികച്ച NLP ആൻഡ് വെൽനസ് കോച്ച് കൂടിയാണ്. നമ്മുടെ ചിന്തകളിലും മനോഭാവങ്ങളിലും നമ്മളറിയാതെ നമ്മൾ വീണുപോകുന്ന കെണികളെക്കുറിച്ച്, അഥവാ നോ യുവർ ട്രാപ്പ് എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനായി പ്രിയപ്പെട്ട മുഹമ്മദ് റാഫി സാറെ ആദരവോടെ, സ്നേഹത്തോടെ ഡിവിഷൻ പ്ലാറ്റ്ഫോമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നമ്മുടെ പ്രോഗ്രാമിന്റെ ഡയറക്ടർ മ്യൂസിയം മാഡം, ടീം ഇൻചാർജ് ഹസ്ന ഖാദർ ഉൾപ്പെടെയുള്ള അണിയറ പ്രവർത്തകരെയും മറ്റു മുഴുവൻ പ്രേക്ഷകരെയും ഇന്നത്തെ ഡിവിഷൻ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് റാഫി സാറെ ആദരപൂർവ്വം ക്ഷണിച്ചുള്ളൂ. Thank you, Salim sir. Good morning all. Good morning. കേരളത്തിലെ പ്രശസ്തരും പ്രഗത്ഭരുമായിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ വന്ന് ഒരുപാട് വിഷയങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള 250-ലേറെ എപ്പിസോഡുകൾ പിന്നിട്ടുകൊണ്ടിരിക്കുന്ന ഡിവിഷൻ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ടീം ഡിവിഷനെ കടപ്പാട് അറിയിക്കുകയാണ്. ഞാനൊരു കഥ പറഞ്ഞു തുടങ്ങാം. നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കാം. ഒരു സയന്റിസ്റ്റ് ഒരു ചതുരക്കിണറിൽ കുറച്ച് കുരങ്ങുകളെ നിക്ഷേപിക്കുകയാണ്. അതിലേക്ക് അദ്ദേഹം ഒരു ഏണി വെച്ചു കൊടുക്കുന്നുണ്ട്, അതിന് മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ഓരോ കുരങ്ങും അതിൽ ഏണി വഴി കയറാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം തിളച്ച വെള്ളം, വളരെ ചൂടുള്ള വെള്ളം ഈ കുരങ്ങുകളുടെ ദേഹത്തേക്ക് ഒഴിച്ചു കൊടുക്കും. അപ്പൊ എന്ത് ചെയ്യും, അതൊരു പണിഷ്മെന്റ് ആയി കണ്ട് ബാക്കിയുള്ള കുരങ്ങുകൾ ഈ കയറാൻ പോകുന്ന കുരങ്ങിനെ പിടിച്ചു വെക്കും. അടുത്ത ദിവസം അദ്ദേഹം പുതിയ കുരങ്ങുകളെ നിക്ഷേപിക്കുന്നുണ്ട്. അപ്പോഴും അതിൽ നിന്ന് ഏണി വഴി കയറാൻ ശ്രമിക്കുന്ന കുരങ്ങിനെ അദ്ദേഹം അതിലേക്ക് വെള്ളം നിക്ഷേപിക്കും, ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പൊ ബാക്കിയുള്ള കുരങ്ങുകളൊക്കെ ഈ കുരങ്ങിനെ പിടിച്ച് താഴെ ഇറക്കും. മുകളിലേക്ക് കയറുന്നതുകൊണ്ടാണ് ഈ ശിക്ഷ, പണിഷ്മെന്റ് നമുക്ക് കിട്ടുന്നത് എന്ന് കരുതിയിട്ട്. 3-ാം ദിവസവും അദ്ദേഹം അടുത്ത ദിവസവും പുതിയ കുരങ്ങുകളെ നിക്ഷേപിക്കുന്നുണ്ട്. അപ്പോഴും അതിലുള്ള ആ കുരങ്ങ് ഏണി വഴി പുറത്തേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം വീണ്ടും ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ബാക്കിയുള്ള കുരങ്ങുകളൊക്കെ ആ കുരങ്ങിനെ പിടിച്ച് താഴെ ഇറക്കും. ഇതിങ്ങനെ തുടർന്നു. 4-ാം ദിവസം അദ്ദേഹം പുതിയ കുരങ്ങുകളെ നിക്ഷേപിക്കുന്നു. അതിൽ നിന്ന് ഉള്ള കുരങ്ങ് ഏണി വഴി പുറത്തേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ ബാക്കിയുള്ള കുരങ്ങുകളൊക്കെ പിടിച്ചു വെക്കും. അദ്ദേഹം ഇപ്പൊ വെള്ളം ഒഴിക്കുന്നത് നിർത്തിയിട്ടുണ്ട്. പക്ഷേ പുതിയ കുരങ്ങുകളെ നിക്ഷേപിക്കുമ്പോൾ അതിൽ നിന്നും ഏണി വഴി പുറത്തേക്ക് കയറാൻ ശ്രമിക്കുന്ന കുരങ്ങുകളെ ബാക്കിയുള്ള കുരങ്ങുകളൊക്കെ പിടിച്ച് താഴെ ഇറക്കുന്നുണ്ട്. കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇതിങ്ങനെ തുടരുകയാണ്. മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്ന കുരങ്ങുകളെ ബാക്കിയുള്ള കുരങ്ങുകൾ പിടിച്ച് താഴെ ഇറക്കും. ഇപ്പോൾ അദ്ദേഹം
ചൂടുള്ള വെള്ളം ഒഴിക്കുന്നില്ല, ഒരു ശിക്ഷാ നടപടികളും ചെയ്യുന്നില്ല. എന്നിട്ടും ആ പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായിരിക്കും ആ കുരങ്ങുകളുടെ ഇപ്പോഴത്തെ മനോഭാവം? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പ്രവർത്തിക്കുന്നത്? ദേ ആർ ഇൻ ട്രാപ്പ്. അവര് ഒരു ബിലീഫ് സിസ്റ്റത്തിന്റെ ട്രാപ്പിലാണുള്ളത്. അവര് കഴിഞ്ഞു വന്ന അവരുടെ പൂർവികരായ കുരങ്ങുകൾ ചെയ്യുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുകയാണ്. എന്തുകൊണ്ടാണെന്ന് അറിയുകയോ ഒന്നുമില്ല. ഇതുപോലെ നമ്മളും ഒരുപാട് കെണികളിലാണുള്ളത്, ബിലീഫ് സിസ്റ്റത്തിന്റെ കെണികളിൽ. നമ്മുടെ ജീവിത ശൈലി ഒക്കെ ആ ഒരു കെണിയിലാണുള്ളത്. ഈ അടുത്ത കാലത്തായി ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ആഡംബരം എന്ന് പറയുന്നത്, ലക്ഷൂറിയസ് എന്ന് പറയുന്നത് 5 സ്റ്റാർ ഫെസിലിറ്റീസോ ബിസിനസ് ക്ലാസ് ഫ്ലൈറ്റ് യാത്രകളോ വിലപിടിപ്പുള്ള കാറുകളോ ഒന്നുമല്ല. അതൊക്കെ ആയിരുന്നു. എന്നാൽ ഇന്ന് മോസ്റ്റ് ലക്ഷൂറിയസ് എന്ന് പറയുന്നത് ആരോഗ്യമാണ്, ഹെൽത്താണ്. നമുക്ക് എത്ര തന്നെ പ്രശസ്തിയും ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് ആരോഗ്യമില്ല എങ്കിൽ എന്തും സമ്പത്തായാലും ഒന്നും ആസ്വദിക്കാൻ കഴിയുന്നതല്ല. നാം പ്രത്യേകമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെയൊക്കെ ആരോഗ്യം ട്രാപ്പിലാണോ അതോ ട്രാക്കിലാണോ എന്നുള്ളതാണ്. എന്താണ് ട്രാപ്പ്? ട്രാപ്പുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ഇമോഷണൽ ട്രാപ്പ്. നമ്മൾ വൈകാരികമായ കെണികളിൽ അകപ്പെട്ടിട്ടുണ്ടാവും. ചില വേർപാടുകൾ, അതിന്റെ വേദനയിൽ കുടുങ്ങി ആ കെണിയിൽ കുടുങ്ങി ഇങ്ങനെ കഴിയുകയായിരിക്കും. അതുപോലെ തന്നെ ചില ബന്ധങ്ങളുടെ ട്രാപ്പിലായിരിക്കും, ബന്ധനങ്ങളാകുന്ന ചില ബന്ധങ്ങൾ. പലരും ഇമോഷണൽ സ്ലേവറി അനുഭവിക്കുന്നവരായിരിക്കും. നമ്മൾ ഇമോഷണൽ ഇന്റലിജൻസ് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. ഡാനിയൽ ഗോൾമാൻ്റെ EI ഇമോഷണൽ ഇന്റലിജൻസ് എന്ന പുസ്തകം ഒക്കെ വളരെ പ്രയോജനപ്രദമായിരിക്കും വായിക്കുന്നത്. അതുപോലെ തന്നെ എൻഗേജ്മെന്റ് ട്രാപ്പ്, പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ നമ്മൾ സ്ക്രീൻ അഡിക്ഷൻ, വളരെ ആകർഷകമായ ക്യാപ്ഷനോട് കൂടിയിട്ടുള്ള റീൽസൊക്കെ അതിലിങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണ് നമ്മൾ. നമ്മുടെ സമയം നാം അറിയാതെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എൻഗേജ്മെന്റ് ട്രാപ്പിലാണ്. നമുക്ക് വളരെ പ്രയോജനപ്രദമായ എന്നുള്ള രീതിയിലുള്ള തലക്കെട്ടുകളായിട്ടായിരിക്കും ഈ റീൽസുകളൊക്കെ കാണുക. അത് നമുക്ക് ഉപകാരപ്പെടുമെന്ന് കരുതിയാണ് നമ്മൾ അതിൻ്റെ പിന്നാലെ പോകുന്നത്. പക്ഷെ നമ്മുടെ സമയവും ആരോഗ്യവും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. സമയം പോകുന്നതോടൊപ്പം ആരോഗ്യം പോകുന്നത് എങ്ങനെയെന്ന് വഴിയെ ചർച്ച ചെയ്യാം. നമ്മുടെ കൺട്രോളിലല്ലാതെ കടന്നു പോകുന്ന സമയം കടന്നു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ എൻഗേജ്മെന്റ് ട്രാപ്പിലാണ്. അതുപോലെ തന്നെ റിലേഷൻസ്, ചില ബന്ധങ്ങൾ, ഫ്രണ്ട്സ്, അതുപോലെ ചില സംഘടനകൾക്ക് വേണ്ടിയൊക്കെ, സംഘടനകളുടെ ഒക്കെ പ്രവർത്തനങ്ങളിൽ കുരുങ്ങിപ്പോയ ചില മനുഷ്യരുണ്ടാവും. നമ്മൾ ചാരിറ്റി ആവാം, അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനമാവാം, എന്ത് പ്രവർത്തനങ്ങളാണെങ്കിലും അതിൻ്റെ പുണ്യം, അതിൻ്റെ ഗുണം ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതാണെങ്കിൽ സംഘടനയെ നമ്മൾ ഉപയോഗിക്കുക, സംഘടന നമ്മെ ഉപയോഗിക്കുന്ന സാഹചര്യം വരുത്താതിരിക്കുക. അതുപോലെ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഒരുപാട് കൂടുതൽ എംപത്തറ്റിക് ആയിട്ടുള്ള ആൾക്കാരൊക്കെ, ഫീലിംഗ് ടൈപ്പ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അതിൽ കുരുങ്ങിപ്പോവും. എൻഗേജ്മെന്റ് ട്രാപ്പ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ട്രാപ്പാണ്. നമ്മൾ അറിയാതെ പോകുന്ന, നല്ലതെന്ന് കരുതി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കും. മൂന്നാമതായി പറയാനുള്ളത് ഹെൽത്ത്, ആരോഗ്യത്തിലേക്ക് വരാം. അതിൽ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സ്റ്റോറി, അതുപോലെ അതായത് കുരങ്ങുകൾ അവരുടെ പൂർവികർ ചെയ്ത കാര്യങ്ങൾ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നത് പോലെ നമ്മുടെ ഭക്ഷണ ശൈലി തീർച്ചയായിട്ടും പഴയ രീതി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാർബോഹൈഡ്രേറ്റ്സിന്റെ അമിതമായ ഉപയോഗമാണ്. തീർച്ചയായിട്ടും പഴയ കാലങ്ങളിൽ നമ്മുടെ ഭക്ഷണ
ശൈലിയിൽ അരിയും അതുപോലെ തന്നെ കപ്പയും ഒക്കെ ധാരാളം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഡിജിറ്റൽ യുഗം ആണ്. നമുക്ക് കായികാധ്വാനങ്ങൾ കുറവാണ്. പഴയ കാലങ്ങളിൽ കായികാധ്വാനങ്ങൾ ഉണ്ടായിരുന്നു. കൂടുതൽ സ്ഥലങ്ങളിലും നടന്നിട്ടായിരുന്നു പോയിരുന്നത്. ഇന്ന് കായികാധ്വാനം നമുക്ക് വളരെ കുറവാണ്. ഇരുന്നു കൊണ്ടുള്ള ജോലി, കൂടുതൽ നേരം ഇരുന്നു കൊണ്ടുള്ള ജോലിയാണ്. ബാക്കി സമയങ്ങളിലാണെങ്കിൽ കളികളിലും കായിക വിനോദങ്ങളിലും ഏർപ്പെടുന്നതിന് പകരം ഇന്ന് സ്ക്രീൻ ടൈമാണ്. വെറുതെ ഇരിക്കുക എന്നുള്ളത് സ്മോക്കിങ്ങിനേക്കാൾ വലിയ നമുക്ക് ദോഷം ചെയ്യുന്ന ഹാനികരമായിട്ടുള്ള സംഗതിയാണ്. ഐഡിൽ സിറ്റിംഗ് ഈസ് മോസ്റ്റ് ഡേഞ്ചറസ് ദാൻ സ്മോക്കിംഗ് എന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണത്തിൽ തീർച്ചയായിട്ടും ഒരു ബാലൻസ്ഡ് ഡയറ്റ് കൊണ്ടുവരേണ്ടതുണ്ട്. പ്രോട്ടീൻ, ഫാറ്റ്, ഫൈബർ, അതുപോലെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫുഡ് ഡയറ്റ് പ്ലാൻ, ഭക്ഷണ രീതി നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. അല്ലാതെ പഴയ കാലത്തുള്ള നമ്മുടെ നാട്ടിൽ തുടർന്നു പോരുന്ന ഭക്ഷണ രീതി 5 നേരമൊക്കെയാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഒരു ട്രാപ്പിലാണ്, കെണിയിലാണ് അകപ്പെട്ടിട്ടുള്ളത്. അടുത്തതായി നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം സ്ലീപ്പ് ക്വാളിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഉറങ്ങുന്ന നേരത്താണ് നമ്മുടെ ശരീരത്തിൽ സെൽസിന്റെ റിപ്പയറിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുപോലെ തന്നെ വ്യായാമം പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇംപ്രൂവ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ശരീരത്തിൽ ഉണ്ടാവുന്നത് ഉറങ്ങുന്ന സമയത്താണ്. മൂന്നാമതായി തീർച്ചയായും പറഞ്ഞു വരുന്നത് എക്സർസൈസിനെ കുറിച്ചാണ്, വ്യായാമം. നമ്മൾ വ്യായാമം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത, കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ കൂടുതലും പിന്നെ കാർബോഹൈഡ്രേറ്റ്സും ഒക്കെയാണ്. സ്ക്രീനിലേക്ക് നോക്കാം. നമ്മൾ വ്യായാമം ചെയ്യുന്നതിലൂടെ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ബേൺ ചെയ്യപ്പെടുകയാണ്. പ്രകൃതിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് നാച്ചുറൽ എനർജിയാണ്. പെട്രോള്, ഡീസൽ, നമ്മൾ എവിടെ പോകാനും ഇപ്പോൾ വാഹന സൗകര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. നാച്ചുറൽ എനർജിയാണ് നമ്മളിപ്പോൾ കൂടുതലായിട്ടും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കും അത് ഹാംഫുൾ ആണ്, പ്രകൃതിക്കും ദോഷകരമാണ്. എന്നാൽ പ്രകൃതിക്ക് യാതൊരു തരത്തിലുള്ള ദോഷവും ഇല്ലാത്തതും അത് ബേൺ ചെയ്യപ്പെടുന്നതിലൂടെ നമുക്ക് ഏറെ ഗുണകരമായിട്ടുമുള്ളത് ഹ്യൂമൻ എനർജിയാണ്. നമ്മുടെ എനർജി ബേൺ ചെയ്യുന്നതിലൂടെ നമുക്ക് ഗുണങ്ങളാണ്. അതുപോലെ തന്നെ പ്രകൃതിക്ക് യാതൊരു ദോഷവുമില്ല, നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുകയും ചെയ്യും. ഹെൽത്ത് കോൺഷ്യസ് ആവുക എന്നുള്ളത് ഒരു അഹങ്കാരമോ അല്ലെങ്കിൽ തെറ്റായ കാര്യമോ അല്ല. എക്സർസൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിനും അവിടെയും ഒരുപാട് കെണികളുണ്ട്. ജിമ്മിൽ പോകണം, സമയമില്ല, ജോലിക്ക് പോകുന്നതിൻ്റെ ഇടയിൽ ജിമ്മിൽ പോവുക, തിരിച്ചു വരിക, അല്ലെങ്കിൽ സ്ത്രീകളൊക്കെ ആണെങ്കിൽ വീട്ടിൽ കുട്ടികളുണ്ട്, നല്ല കാര്യങ്ങളുണ്ടാവും. അതല്ലെങ്കിൽ യോഗ സെന്റർ ഇവിടെ അടുത്ത് എവിടെയും ഇല്ല, രാവിലെ ഓടാൻ പോകാൻ കൂടെ ആളില്ല, പട്ടികളുടെ ശല്യം എന്നൊക്കെ പറഞ്ഞ് അവിടെയും ഒരുപാട് കെണികൾ നമ്മെ കാത്തിരിക്കുന്നുണ്ട്. ഓർക്കുക, കെണികൾ ഒരുപാടുണ്ട്. സാമ്പത്തിക തട്ടിപ്പുകളുടെ, അതുപോലെ തന്നെ പിന്നെ ഹണി ട്രാപ്പ്, അങ്ങനെ ഒരുപാട് കെണികൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ നമുക്ക് ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഫഷനിൽ, കരിയറിൽ, അതുപോലെ തന്നെ സാമ്പത്തികമായ സേവിങ്സ് ഉണ്ടാക്കുന്നതിന് ഒക്കെ വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുന്നുണ്ട്. ഇവയൊക്കെ എത്ര തന്നെ നേടിയെടുത്താലും നാളെ നമുക്ക് ഇതൊക്കെ അനുഭവിക്കണമെങ്കിൽ, ആസ്വദിക്കണമെങ്കിൽ ആരോഗ്യം നിർബന്ധമാണ്. ആരോഗ്യമുള്ള നമ്മളെയാണ് നമ്മുടെ വേണ്ടപ്പെട്ടവർ സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നത്. എനർജറ്റിക് ആയിട്ടുള്ള ആളെയാണ് അവർ കാത്തിരിക്കുന്നത്. ഭാര്യ ആവട്ടെ, ഭർത്താവാകട്ടെ, മക്കളാവട്ടെ, സഹോദരങ്ങളാവട്ടെ, കുറച്ചുകൂടി പ്രായമാകുമ്പോൾ നമ്മുടെ മക്കളൊക്കെ നമ്മൾ ആരോഗ്യവാന്മാരാണെങ്കിൽ അവർക്ക് ഒരു ബാധ്യതയാവുന്നില്ല. എത്ര തന്നെ സ്നേഹവും കടപ്പാടും ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ചെയ്യാൻ കഴിയുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു ബാധ്യതയാവാതെ നമുക്ക് നമ്മുടെ ഒരു വലിയൊരു സമ്പാദ്യമായിട്ട്
കൊണ്ട് നടക്കാവുന്ന ഒരു സാധനമാണ്. അപ്പൊ അതുകൊണ്ട് ആരോഗ്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക ഇന്ന് തന്നെ. അതിന് തടസ്സമായി നിൽക്കുന്ന കെണികളിൽ പെട്ടുപോകാതെ ഇന്ന് തന്നെ തുടങ്ങുക എന്നുള്ളതാണ്. ഉള്ള സൗകര്യം വെച്ച് ഉള്ള വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യാവുന്ന എക്സർസൈസുകൾ ചെയ്യുക. എക്സർസൈസിലും നമ്മൾ ഭക്ഷണത്തിൻ്റെ പ്ലാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്ലാൻ നല്ലതാണ്. അതായത് മിക്കവരെയും കുഴക്കുന്ന ഒരു കാര്യമാണ് ജിമ്മിൽ പോകണോ അതോ കരാട്ടെ പോലുള്ള കാര്യങ്ങൾ പരിശീലിക്കണോ, അതിനിപ്പോൾ ഇത്രയും പ്രായമായില്ലേ എന്നൊക്കെയുള്ളത്, അല്ല യോഗയാണോ നല്ലത് എന്നൊക്കെയുള്ളത്. വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ആശയങ്ങളും ഒക്കെ പല ഭാഗത്തു നിന്ന് നമുക്ക് കയറി വരും. അതിലൊരു ബാലൻസ് കൊണ്ടുവരുന്നതാണ് നല്ലത്. നമുക്ക് സ്ട്രെച്ചിങ് ആവശ്യമാണ്. യോഗ പോലുള്ള ബോഡി സ്ട്രെച്ചിങ് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വെയിറ്റ് ട്രെയിനിങ്, മസിൽ സ്ട്രെങ്തനിങ്ങിന് വേണ്ടിയിട്ടുള്ള എക്സർസൈസുകൾ ശ്രദ്ധിക്കണം. പിന്നെ അതിന് വലിയ ബോഡി ബിൽഡർ ആവാൻ അതിനും അതുപോലെ തന്നെ എക്യുപ്മെന്റ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ബോഡി വെയിറ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാവുന്ന എക്സർസൈസുകളുണ്ട്. ഉള്ള സൗകര്യത്തിൽ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യാവുന്നവ. അതുപോലെ തന്നെ കാർഡിയോ, നമ്മുടെ ഹൃദയാരോഗ്യത്തിന് വേണ്ടി കിതച്ചുകൊണ്ടുള്ള എക്സസൈസുകൾ നിർബന്ധമായും നമ്മുടെ ശീലങ്ങളിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. അപ്പം എല്ലാ ദിവസവും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അവയോടൊക്കെ തന്നെ അത്ര തന്നെ പ്രാധാന്യത്തോടു കൂടി അരമണിക്കൂറെങ്കിലും നമ്മൾ എക്സർസൈസിന് വേണ്ടി സമയം കണ്ടെത്തുക. നാളെ എന്ന് പറയുമ്പോൾ മരണാനന്തര ജീവിതത്തിലേക്കല്ല, നമ്മുടെ ശിഷ്ടകാല ജീവിതത്തിലേക്ക് രോഗങ്ങൾ കൊണ്ട് വലയാതെ സമ്പാദിച്ചു വെച്ച പണം മുഴുവൻ, അത് പറയാമോ എന്നറിയില്ല, ഇന്ന് മരിക്കാൻ ഒരുപാട് ചെലവുണ്ട്. അപ്പൊ സമ്പാദിച്ചു വെച്ച പണം മുഴുവൻ അവസാനം വലിയ ഹോസ്പിറ്റലുകളിൽ കെട്ടിവെച്ച് പിന്നെ അവിടെ നിക്ഷേപിച്ചിട്ട് മരിക്കുന്നതിന് പകരം നമുക്ക് പിന്നെ പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിക്കാനും, അതുപോലെ തന്നെ ഇന്ന് കേൾക്കുന്ന ജീവിതശൈലി രോഗങ്ങൾ, പെട്ടെന്നുള്ള ഹൃദയാഘാതം, അതുപോലെ സ്ട്രോക്ക്, ഇതൊക്കെ തീർച്ചയായിട്ടും പഠനങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നത് ജീവിതശൈലി തന്നെയാണ് കാരണമായി പറയപ്പെടുന്നത്. അതിനപ്പുറത്ത് ലഹരിയുടെ ഉപയോഗം പോലുള്ള കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ അതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് നമ്മുടെ ആരോഗ്യം എന്നുള്ളത്. അതിനുവേണ്ടി നാം പരിശ്രമിക്കുക. നാം നമ്മുടെ എല്ലാ ലക്ഷ്യങ്ങളിൽ നിന്നും പൂർണ്ണതയിലെത്തുന്നതിന് വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യം ആരോഗ്യം കൂടിയാണ്. ഞാനൊരു പാട്ടുപാടി അവസാനിപ്പിക്കാം. ഇലയില്ലെങ്കിൽ നീ എങ്ങനെ തണലാകും, നീ എങ്ങനെ തുണയാകും, നീ എങ്ങനെ മരമാകും, നീയില്ലെങ്കിൽ ഞാൻ എങ്ങനെ മഴയാകും, ഞാൻ എങ്ങനെ നിഴലാകും, ഞാൻ എങ്ങനെ ഞാനാകും. മഴയേ നിലാമഴയേ, മരമേ വേനൽ മരമേ, മഴയേ നിലാമഴയേ, മരമേ വേനൽ മരമേ. പാട്ടിനെ നമ്മുടെ വിഷയമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു മരം ആകുന്നത് അതിന് ഇലകൾ വേണം. അത് മരം എന്ന നിലയ്ക്ക് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് മരമാകുന്നത് അതിന് തണലുണ്ടാകുമ്പോഴാണ്, അത് തുണയാകുമ്പോഴാണ്. അതുപോലെ തന്നെ ഇലകളും ആവശ്യമാണ്. അതുപോലെ നമ്മൾ ഒരുപാട് സമ്പാദിക്കുകയും പ്രശസ്തിയുണ്ട്, പണമുണ്ട്, സൗകര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്, വിലപിടിപ്പുള്ള കാറുകളുണ്ട്. നമുക്ക് പോകാനും കാണാനും ഒരുപാട് ഡെസ്റ്റിനേഷൻസ് ഉണ്ട്, കാടുകളും മലകളും ഒക്കെ ആയിട്ട്. അവിടെയൊക്കെ പോകാനും ആസ്വദിക്കാനും അതൊക്കെ നമുക്ക് പിന്നെ സാധ്യമാകണമെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ സാധനങ്ങൾ, പണവും ഒക്കെ ഉള്ളതോടൊപ്പം തന്നെ ആരോഗ്യവും നിർബന്ധമായിട്ടും വേണ്ടതാണ്. സോ ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. താങ്ക് യു ഓൾ. 10 മിനിറ്റ് കൂടെ ബാക്കിയുണ്ട് സർ. ഉണ്ട്.
ഒരു പാട്ടും കൂടി പാട്. ശരിയാണ്, ഒരു പാട്ട് കൂടി കേട്ടാൽ മതി. നല്ല അതായത് ഓക്കെ, ബാലൻസ്ഡ് എക്സസൈസിനെ കുറിച്ച്, അതായത് വിഷയം ഒരുപാട് പറഞ്ഞാൽ തീരൂലല്ലോ നമുക്കിപ്പോ ട്രാപ്പുകളെ കുറിച്ചൊക്കെ പറഞ്ഞാൽ. പിന്നെ എക്സസൈസുകൾ പറയാം. യോഗ നമ്മള് പിന്നെ രാവിലെ ഒരു 20 മിനിറ്റ് എങ്കിലും ചുരുങ്ങിയത് എക്സസൈസിന് വേണ്ടി സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. അധ്യാപകരും അതുപോലെ തന്നെ വിവിധ മേഖലകളിലും പ്രവർത്തിക്കുന്ന ആൾക്കാർ, അവർ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ദീർഘനേരം പിന്നെ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ വീട്ടിലേക്ക് പോകുമ്പോൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, തിരിച്ചും ഒക്കെ വാഹനങ്ങളുടെ ഒക്കെ ഉപയോഗമാണ്. അപ്പൊ നമ്മൾ കഴിക്കുന്ന എക്സസ് കാർബ്സ് പിന്നെ ശരീരത്തിൽ എത്തുന്ന ഇത് ഫാറ്റായിട്ട് ശരീരം സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിൽ നിന്നും ഫാറ്റിനെ അല്ലെങ്കിൽ മാലിന്യങ്ങളെ പുറന്തള്ളുന്നത് ഏതാണെന്ന് അറിയാമോ? ഏത് വഴിക്കാണെന്ന് അറിയാമോ? നമ്മുടെ ശരീരത്തിൽ നിന്നും മാലിന്യങ്ങൾ ഏറ്റവും കൂടുതൽ മലവിസർജനം വിയർപ്പിലൂടെ. എങ്ങനെയാണ്? വിയർപ്പിൽ കൂടിയാ? വിയർപ്പിൽ കൂടിയാണ്. വേറെ ആരെങ്കിലും? ശ്വാസം. തീർച്ചയായിട്ടും വളരെ ശരിയാണ്. കാരണം നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള മാലിന്യങ്ങളെ ഏറ്റവും കൂടുതൽ പുറന്തള്ളുന്നത് ശ്വാസത്തിലൂടെയാണ്. അപ്പം എക്സർസൈസിന്റെ ബാലൻസ് പറയുകയാണെങ്കിൽ നമ്മൾ സ്ട്രെച്ചിങ് ഞാൻ പറഞ്ഞു, അതുപോലെ തന്നെ മസിൽ സ്ട്രെങ്തനിങ് പറഞ്ഞു, പിന്നെ അതുപോലെ കാർഡിയോ എക്സർസൈസ് പറഞ്ഞു. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബ്രീത്തിങ് എക്സർസൈസ് എന്നുള്ളത്. നന്നായിട്ട് ബ്രീത്തിങ് ഇൻഹീൽ ചെയ്യുക, പുറന്തള്ളുക. അബ്ഡോമിനൽ ബ്രീത്തിങ് ആണ് നമ്മൾ പരിശീലിക്കേണ്ടത്. നമ്മുടെ വയറിലേക്ക് ശ്വാസം എടുക്കുകയും ഹോൾഡ് ചെയ്ത് അതിനെ 1 2 3 4 ദെൻ സ്ലോലി എക്സീൽ ചെയ്യുകയും ചെയ്യുന്ന ഒരു അതിനെ ഒരു പരിശീലിക്കുക എന്നുള്ളതാണ്. കൃത്യമായും നമ്മുടെ ശരീരത്തിന് തന്നെ സെൽഫ് ഡിഫെൻസ് മെക്കാനിസം. ശരീരം ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. തീർച്ചയായിട്ടും പുറമേ നിന്ന് വരുന്ന രോഗങ്ങളെയൊക്കെ പ്രതിരോധിക്കാനും ഒക്കെയുള്ള കപ്പാസിറ്റി നമ്മുടെ ശരീരത്തിനുണ്ട്. അതിൻ്റെ ആ ഒരു ബാലൻസ്, അതിൻ്റെ ശരിയായ തനത് രീതി നിലനിർത്താൻ നമ്മുടെ ശരീരത്തിൽ കൃത്യമായ ബ്ലഡ് ഫ്ലോ ആവശ്യമുണ്ട്. ബ്ലഡ് ഫ്ലോയോടൊപ്പം തന്നെ കൃത്യമായും ബ്ലഡ് എത്തുന്നിടത്തൊക്കെ ഓക്സിജന്റെ പിന്നെ ചലനം ആവശ്യമുണ്ട്. അപ്പോൾ ഓക്സിജൻ വരുന്ന നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ നിന്ന് കൃത്യമായും നമ്മുടെ ലങ്സ് ഓക്സിജനെ ശരീരത്തിലേക്ക് കൺസ്യൂം ചെയ്ത് അതിനെ പിന്നെ ഡെലിവറി ചെയ്യണം, പിന്നെ സപ്ലൈ ചെയ്യണം. അപ്പൊ അതിന് ബ്രീത്തിങ് എക്സസൈസ് നന്നായി പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിൽ കൃത്യമായി ഓക്സിജന്റെ അളവ് ബ്ലഡിലേക്ക് എത്തുന്നതിനും അതുപോലെ നമ്മുടെ ആരോഗ്യത്തെ പുറത്തു നിന്ന് മരുന്ന് കഴിച്ച്, അതായത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണല്ലോ. നമ്മൾ രോഗം വന്ന് ചികിത്സിക്കുന്നതിന് പകരം രോഗം വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിൽ തന്നെ ഒരു മിലിറ്ററി സംവിധാനമുണ്ട്. ബാഹ്യമായ രോഗങ്ങളെയൊക്കെ പ്രതിരോധിച്ച് അതിനെ ഫൈറ്റ് ചെയ്ത് കീഴ്പ്പെടുത്താനുള്ള സംവിധാനം ശരീരത്തിലുണ്ട്. അത് ദുർബലമാകുമ്പോഴാണ് നമുക്ക് രോഗം വന്നു ചേരുന്നത്. അപ്പോൾ ബ്രീത്തിങ് ഒരു ശീലമാക്കുക. അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന, കുറെ നേരം ഇരുന്ന് ചെയ്യുന്ന ആൾക്കാരൊക്കെ 1 മണിക്കൂർ നേരം ഇരുന്ന് ഒരു മണിക്കൂർ കഴിയുമ്പോഴെങ്കിലും ഒന്ന് എഴുന്നേറ്റ് ഒരു 5 മിനിറ്റ് നടക്കുകയോ അതല്ലെങ്കിൽ ഒന്ന് ബോഡി സ്ട്രെച്ചിങ് ചെയ്യുക എന്നുള്ളതാണ്. സ്ട്രെച്ചിങ് ചെയ്യുക. എക്സർസൈസ് സ്നാക്സ് എന്നൊക്കെ പറയും. നമ്മൾ പിന്നെ ചായ 11 മണി ചായ കടി ഒക്കെ കഴിക്കുന്നത് പോലെ നമ്മൾ ഇടവേളകളിൽ എക്സർസൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇരുന്നു കൊണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ സെക്കൻഡ് ഹാർട്ട് എന്നറിയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മസിലാണ് നമ്മുടെ കാലിന്റെ കാഫ് മസിൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യുന്നവർക്ക് കാഫ് റൈസിങ് ഉള്ള കാര്യങ്ങൾ ചെയ്യാം. അതായത് കാലിന്റെ വിരലുകളിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഉപ്പൂറ്റ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് കാഫ് സ്ട്രെച്ചിങ് ചെയ്യാവുന്നതാണ്. കാഫ് സ്ട്രെച്ചിങ് ചെയ്യുന്നതിലൂടെ കാലിൽ നിന്നുള്ള രക്തം കൃത്യമായി മുകളിലേക്ക് വരികയും ഫിൽട്ടർ ചെയ്ത് പോകുന്നതിനൊക്കെ ഉപകാരപ്പെടുന്ന ഒരു എക്സർസൈസ് ആണ്. അതുപോലെ തന്നെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുന്നതിനും ഉപയോഗപ്പെടുന്ന ഒരു എക്സർസൈസ് ആണ്. അപ്പോൾ തീർച്ചയായും നമ്മുടെ മനുഷ്യ ശരീരം ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് തന്നെ ഡിസൈൻ ടു മൂവ് ആണ്. അതായത് ചലിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എല്ലാ കാര്യങ്ങളും, നമ്മുടെ ശരീരവും
അതുപോലെ തന്നെ മനസ്സും ചിന്തകളും ഒക്കെ ചലിച്ചുകൊണ്ടിരിക്കണം, യാത്രകൾ പോയിക്കൊണ്ടിരിക്കണം. പിന്നെ അപ്പോഴാണ് നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും വെറുതെ ഇരിക്കുക, ചടഞ്ഞിരിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾ പുകവലിയേക്കാൾ അപകടകരമായിട്ടുള്ള കാര്യമാണ്. സോ പിന്നെ മൂവിങ്സ്, ഇടയ്ക്കിടെ ചലനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക നമ്മുടെ ബോഡിക്ക്. പിന്നെ ഇരുന്ന് ജോലി ചെയ്യുന്നവർ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇതുപോലുള്ള അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പാടിയ പാട്ട് ഒന്നുകൂടി പാടണമെന്നുള്ള ഡിമാൻഡ് ഉണ്ട്. അവസാനിപ്പിക്കുന്നതിന് പാടിയത് തന്നെ പാടിയാൽ മതി. ഓർമ്മകൾ പൂത്തൊരു കൊമ്പിൽ തുമ്പികൾ വെമ്പൽ കൊള്ളും, കുതിർന്ന മണ്ണിൻ മടിയിൽ നാമ്പുകൾ തൊഴുതു നിൽക്കും. ഓർമ്മകൾ പൂത്തൊരു കൊമ്പിൽ തുമ്പികൾ വെമ്പൽ കൊള്ളും, കുതിർന്ന മണ്ണിൻ മടിയിൽ നാമ്പുകൾ തൊഴുതു നിൽക്കും. കാത്തിരുന്ന കാലം ഓർത്തുവച്ച ബാല്യം, കൈപിടിച്ച നേരം നമ്മെ നാം മറന്ന കാലം. ഇവയില്ലെങ്കിൽ നീ എങ്ങനെ തണലാകും, നീ എങ്ങനെ തുണയാകും, നീ എങ്ങനെ മരമാകും. നീയില്ലെങ്കിൽ ഞാൻ എങ്ങനെ മഴയാകും, ഞാൻ എങ്ങനെ മരവും നിഴലാകും, ഞാൻ എങ്ങനെ ഞാനാകും. അപ്പോ ഞാൻ ഇന്ന് പറഞ്ഞത് പ്രധാനമായും 3 ട്രാപ്പുകളെ കുറിച്ചാണ്. ഇമോഷണൽ ട്രാപ്പ്, അതുപോലെ തന്നെ ഇമോഷണൽ ട്രാപ്പിനെ കുറിച്ച് പറഞ്ഞു, എൻഗേജ്മെന്റ് ട്രാപ്പിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ ഹെൽത്തിൽ വരുന്ന കുറെ ട്രാപ്പുകൾ, ജീവിത ശൈലി, ബിലീഫ് സിസ്റ്റത്തിലൊക്കെ വരുന്ന ട്രാപ്പുകളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ജീവിതം ഇങ്ങനെയുള്ള ട്രാപ്പുകളിലാണോ അതോ ട്രാക്കിലാണോ എന്ന് പരിശോധിക്കുക. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സാർ. ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങൾ? താങ്ക് യു വെരി മച്ച്. 3 മിനിറ്റ് കൂടെ ബാക്കി ഉണ്ട്. നമുക്ക് എന്തെങ്കിലും സാറോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. കൺക്ലൂഡ് ചെയ്യാം ഹസ്ന മാം. ഓക്കെ, ചോദിക്കാം എന്തെങ്കിലും. ഓക്കെ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഹസ്ന ഖാദർ, സെന്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യ സിജി നടത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഡിവിഷൻ പ്രോഗ്രാം ഇന്ന് വളരെ മെച്ചപ്പെട്ട ഒരു സെഷനുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വേൾഡ് കപ്പിന്റെ ഫൈനൽ ചൂടിലും നമ്മളെല്ലാവരും സിജിയുടെ ഈ ഒരു പ്രോഗ്രാമിൽ എത്തി എന്നത് തന്നെ നമ്മളൊന്നും ട്രാപ്പിലല്ല എന്നതിന്റെ ഒരു വലിയ തെളിവ് തന്നെ. നമ്മുടെ റാഫി സാർ പറഞ്ഞ 3 ട്രാപ്പുകളാണ്: ഇമോഷണൽ ട്രാപ്പ്, എൻഗേജ്മെന്റ് ട്രാപ്പ്, ഹെൽത്ത് ട്രാപ്പ്. നമുക്ക് കൂടുതൽ ആളുകളും അകപ്പെടുന്ന പല ട്രാപ്പുകളിൽ നിന്നും നമ്മളെയൊക്കെ രക്ഷിക്കാനുള്ള പലതരം വഴികളും അദ്ദേഹം നമുക്ക് തുറന്നു തന്നിട്ടുണ്ട്. എങ്ങനെ നമുക്ക് ഇമോഷണൽ ട്രാപ്പിൽ നിന്നും ആ ഒരു ബിലീഫ് സിസ്റ്റത്തിൽ നിന്നും നമ്മുടെ ജീവിതത്തെ പുറത്തേക്ക് കൊണ്ടുവരാമെന്നും, ഹെൽത്ത് ട്രാപ്പിൽ അകപ്പെടുന്ന നമ്മൾക്ക് എക്സസൈസും നല്ല ഉറക്കവും നമ്മുടെ വ്യായാമവും മറ്റ് കാര്യങ്ങളിലൂടെയൊക്കെ തന്നെ എങ്ങനെ ആ ഒരു ട്രാപ്പിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാമെന്ന് നമുക്ക് വളരെ വിശദമായി തന്നെ ഈ ഒരു അരമണിക്കൂർ കൊണ്ട് സാർ നമുക്ക് പറഞ്ഞു തന്നു. കൂടാതെ വളരെ മനോഹരമായ ഒരു പാട്ടിലൂടെ ഈ ഒരു പുലർകാലം നമുക്ക് വളരെ സന്തോഷപ്രദമാക്കാൻ സാർ മറന്നില്ല. റാഫി സാറിനെ ഡിവിഷന്റെ പേരിലും സിജിയുടെ പേരിലും ഒരുപാട് നന്ദി അറിയിക്കുന്നു. താങ്ക് യു റാഫി സാർ, താങ്ക് യു സോ മച്ച്. ഒപ്പം തന്നെ പ്രോഗ്രാം ഡയറക്ടർ ന്യൂസിയ മാം, ടീം ഇൻചാർജിലുള്ള സലീം സാർ, ഞങ്ങളുടെ കൂടെയുള്ള പ്രേക്ഷകർ, അതേപോലെ ഞങ്ങളുടെ പ്രോഗ്രാമിന്റെ അണിയറ പ്രവർത്തകരായ എല്ലാവർക്കും തന്നെ ഡിവിഷന്റെ നന്ദി അറിയിച്ചുകൊണ്ട് നാളെ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.